ഞാൻ ഇന്നലെ എയർപോർട്ടിലേക്ക് എത്തിയത്. എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് നിങ്ങളൊക്കെ പല സമയത്ത് അനുഭവിച്ചു കൊണ്ടിരുന്നതായ ഒരു ബുദ്ധിമുട്ട് ഞാനും ഇന്നലെ അനുഭവിച്ചു. രാത്രി 8 മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെട്ടത് കാലത്ത് 8 മണിക്ക്. 140 ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ. 146ഓളം വരുന്നതായിരിക്കുന്ന യാത്രക്കാർ ആദ്യം 9 മണിയും പിന്നീട് 11 മണിയും പിന്നീട് 12 മണിയും 12 മണിക്ക് അവസാനം രാവിലെ 8 മണിയുമാക്കുമ്പോൾ അവിടെ യാത്ര ചെയ്യേണ്ടവരും ടൈം ബോണ്ട് മെഷീനുമായി വരുന്നവരും കുട്ടികളെയും ഒക്കെ എടുത്ത് വരുന്നവരും പ്രായമുള്ളവരും ഒക്കെയായി അവിടെ വലിയതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഒരു മുഹൂർത്തം ഒരു നോവിൻ്റെ വേദനയായി പ്രവാസ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരു കനലായി മനസ്സിൽ നേരിട്ട് അനുഭവിച്ചാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഫ്ലൈറ്റിന്റെ ഫെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വലിയതായിരിക്കുന്ന വിവേചനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആളുകൾ കൂടുതൽ യാത്ര ചെയ്യാൻ വരുമ്പോൾ കൂടുതൽ പണം ഈടാക്കുന്നതായ നീതിരഹിതമായിട്ടുള്ള ഫെയർ സമ്പ്രദായം നിർത്തലാക്കേണ്ടതായ സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഈ വിഷയം പാർലമെന്റിൽ ഉൾപ്പെടെ അസംബ്ലിയിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉൾപ്പെടെ പല സമയത്തും ചർച്ച ചെയ്യപ്പെടുന്നു. ലോകത്തിന് മുമ്പിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അത്യുംഗ പർവ്വത്തിലൂടെ കടന്നുപോയി ജീവിതം അവസാനിപ്പിച്ച് നമ്മിൽ നിന്ന് നടന്നുപോയ രത്തൻ ടാറ്റയുടെ ഇന്ത്യൻ എക്സ്പ്രസ്, അദ്ദേഹത്തിന്റെ നാമധേയം സുവർണ ലിപികളാൽ ഈ രാജ്യത്ത് ആലേഖനം ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ് കോർപ്പറേറ്റിസം. ആ മനോഹരമായിട്ടുള്ള മനുഷ്യന്റെ നാമധേയം വികലമാക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവരുത് എന്നുള്ളതും ഈ സന്ദർഭം പ്രത്യേകം എടുത്തു പറയാനും ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ പ്രിയപ്പെട്ട MP ഉൾപ്പെടെയുള്ള വയനാടിന്റെ MP ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലും വിഷയത്തിലും കൊണ്ടുവരേണ്ടതായ വിവിധ മേഖലകളിൽ അസംബ്ലികളിൽ ഉൾപ്പെടെ ഇതെത്തിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കും എന്നും ഇതിന്റെ അനുഭവസ്ഥനായ ഒരാൾ എന്ന രീതിയിൽ പ്രത്യേകം പറയാനും ആഗ്രഹിക്കുന്നു.